ഹലോ. ഗുഡ് ഈവനിങ്. എങ്ങനുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? എല്ലാവർക്കും നല്ലോണം ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ടി പി ദേവപ്രയാഗ്, പറയാവോ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെപ്റ്റ് പഠിച്ച ക്ലാസ് പഠിച്ച എന്താണ് ക്ലാസ്? എന്താണ് ക്ലാസ് എന്ന് വെച്ചാല് ക്ലാസ്സിൽ ഇപ്പൊ നമ്മ ക്ലാസ്സിന്റെ ഒരു പേര് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് അതില് ഫങ്ഷൻ അതിൽ എന്ത് നമ്മ ചെയ്യേണ്ടത് അത് നമ്മ അത് ചെയ്യും. ഇപ്പൊ പ്രിന്റ് ചെയ്യാനാണോ അതാണോ ചെയ്തിട്ട് പിന്നെ ഒരു ഒബ്ജക്റ്റ് നമ്മ അത് കൊടുക്കും, പേര് എന്തെങ്കിലും കൊടുക്ക. എന്നിട്ട് അതില് ക്ലാസ്സിന്റെ പേര് കൊടുത്താല് അത് കഴിയും. എത്ര സംഭവം. ഇത്രേ ഉള്ളോ? ക്ലിയർ ആയിട്ടൊന്ന് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യാവോ? അരുൺ, അൻസിയ, പറയാവോ? ക്ലാസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒക്കെ കൂടി ചേർന്ന് വരുന്നതാണ് ക്ലാസ്. ഓക്കെ, ഒബ്ജക്റ്റ് എന്താണ്? ക്ലാസ്സില് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട്സിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് ആണോ ഒബ്ജക്റ്റ്? ആട്രിബ്യൂട്ട്സിന് നമ്മൾ എന്താ പറയുന്നത്? വേരിയബിൾസ് അല്ലെങ്കിൽ ഡേറ്റാസിനല്ലേ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? അപ്പൊ ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിട്ട് ഒരു കൺസെപ്റ്റ് വെച്ച് കൊടുക്കുന്നു. ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലേ? ആ, ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയായിരുന്നോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇനിറ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഇനിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിന്റെ ഒരു മെത്തേഡാണ്. ക്ലാസ്സിനുള്ളിൽ ഏത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താലും ഫസ്റ്റ് ഇനിറ്റ് മെത്തേഡ് ആയിരിക്കും. ഇനിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്ലാസ്സിനുള്ളിലെ വേരിയബിൾസിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഇനിറ്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ് മെത്തേഡാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ടറായ ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോ ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് പേഴ്സണിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി പേഴ്സണിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന മെത്തേഡാണ് ഇനിറ്റ് മെത്തേഡ്. ഡെഫ് ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലാസ്സിനുള്ളിൽ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് സെൽഫ്. സെൽഫിന്റെ കൂടെ വേണം നമ്മൾ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരു പേഴ്സന്റെ നെയിമും ഏജും കൂടി ഞാൻ കൊടുക്കുവാണ്. അപ്പൊ സെൽഫ് കോമ ഏജ് കൊടുക്കുക, കോമ നെയിം കൊടുക്കുക. സോറി, നെയിം ഏജ് എന്ന് കൊടുത്താൽ മതി. ഒരു പേഴ്സന്റെ നെയിമും ഏജും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനിറ്റ് മെത്തേഡിൽ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നെയിമിനെയും ഏജിനെയും ഇനിഷ്യലൈസ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യലൈസ് ചെയ്യുന്നത് സെൽഫ് യൂസ് ചെയ്തിട്ടാണ്. സെൽഫ് ഡോട്ട് നെയിം ആണെങ്കിൽ നെയിം ഈക്വൽ ടു എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിം എന്ന് തന്നെ കൊടുക്കാം, തെറ്റിപ്പോവില്ല. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ നെയിം എന്ന് തന്നെ കൊടുത്തു. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പക്ഷെ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താണോ അതിലേക്ക് കൊടുക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും അവിടെ വരുന്നത്.
ഓക്കെ, ഞാനിപ്പോ നെയിം എന്ന് തന്നെ കൊടുത്തു. Then അടുത്തത് ഏജ് ആണ്. ഏജിന് എന്ത് ചെയ്യുന്നു? സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പൊ നമ്മളിവിടെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ നെയിമും ഏജും ആണ് കൊടുക്കുന്നത്. സോ നെയിമും ഏജും ഞാനിവിടെ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നെയിമും ഏജും പ്രിന്റ് ചെയ്യാം. ഇൻപുട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുക എന്നതാണ്. ഞാനിപ്പോ ഇൻപുട്ട് ചെയ്യാൻ പോവാണ് നെയിമും ഏജും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലേക്ക് നെയിം ഇൻപുട്ട് ചെയ്യുവാണ്. എന്റർ നെയിം. അതുപോലെ പേഴ്സന്റെ ഏജും കൂടി ഇൻപുട്ട് ചെയ്യണം. ഏജിന് വേണ്ടി അടുത്ത ഇൻപുട്ട് ഫീൽഡ് തുടങ്ങുന്നു. ഇൻപുട്ട് എന്റർ ഏജ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഏജ് ആയതുകൊണ്ട് തന്നെ ഏജ് ഇന്റിജർ ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് കൊടുക്കുക. ഞാനിപ്പോ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മേളിൽ നിന്ന് പാസ് ചെയ്ത് വന്ന നെയിമും ഏജും ഇവിടെ ഇൻപുട്ട് ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താന്ന് വെച്ചാല് ഈ നെയിമിനെയും ഏജിനെയും ഞാൻ ക്ലാസിന്റെ പുറത്ത് വെച്ചിട്ട് പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. സോ ക്ലാസിന്റെ പുറത്തായാലും അകത്തായാലും നമുക്ക് ഒരാളെ ഇവിടെ ആവശ്യമുണ്ട്. അതാരെയാ? ക്ലാസിന്റെ അകത്ത് പ്രിന്റ് ചെയ്യിക്കാനാണെങ്കിലും ക്ലാസിന്റെ പുറത്ത് പ്രിന്റ് ചെയ്യിക്കാനാണെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതാരാണ്? ഹസ്ന. ക്ലാസിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ ആരാണ്? ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്യിക്കാൻ പോകുന്നത്. സോ ഞാൻ OBJ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നു. ഓക്കെ, OBJ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഇനിറ്റ് മെത്തേഡ് കൊടുക്കുമ്പോൾ ഇനിറ്റ് മെത്തേഡിൽ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇവിടുത്തെ കേസിൽ രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ രണ്ട് മെമ്പേഴ്സ് ആണ് വരുന്നത്. അത് നെയിമും ഏജും ആണ്. സോ നെയിമും ഏജും ഇവിടെ എന്ത് ചെയ്യുക? പാസ് ചെയ്ത് കൊടുക്കുക. നെയിം കോമ ഏജ് എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തു. ദെൻ എനിക്ക് നെയിമിനെ ഏജിനെയും പുറത്ത് വെച്ചിട്ട് നെയിം. അപ്പൊ നമുക്ക് നെയിം പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ അടുത്തത് ഏജ് ആണ്. സോ അത് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് OBJ ഡോട്ട് ഏജ്. അങ്ങനെ ഞാൻ നെയിമും ഏജും ഇവിടെ പ്രിന്റ് ചെയ്തു. റൺ ചെയ്ത് നോക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസിന്റെ വെളിയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആട്രിബ്യൂട്ട്സിനെ പ്രിന്റ് ചെയ്യാനായി. ഇപ്പൊ ജസ്റ്റ് പ്രിന്റിങ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇതിനുള്ളിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇനിറ്റ് മെത്തേഡ്. റൺ ചെയ്തോണ്ടിരുന്നത് വേറെ ഫയലാണ്. അതിന്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. ഒരു നെയിം കൊടുത്തു. ദെൻ ഏജും കൊടുത്തു. അപ്പൊ നമുക്കത് നെയിമും ഏജും പ്രിന്റ് ചെയ്ത് കിട്ടി. നിങ്ങൾ ചെയ്യുമ്പോൾ നെയിം എന്ന് കൊടുക്കുക. നെയിം ഈസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കോഡ്സിൽ കൊടുത്തിട്ട് വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആവാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? പറയാം.
ചെയ്ത് നോക്കുക.
നിങ്ങൾ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതിലേക്ക് 4 ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോ 2 ആട്രിബ്യൂട്ട്സിനല്ലേ പാസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ 4 ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്യുക. എംപ്ലോയിയുടെ നെയിം, കോഡ്, സാലറി, ഡെസിഗ്നേഷൻ. അങ്ങനെ 4 കാര്യങ്ങൾ പാസ് ചെയ്യുക. യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് ചെയ്യണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട് കൂടി മാറും. ചെയ്ത് നോക്കുക.
പ്രിന്റിന് മുന്നേ ഒബ്ജക്റ്റിന്റെ കൂടെ എന്ത് പാസ് ചെയ്യണോ, എന്തൊക്കെയുണ്ടോ അതെല്ലാം പാസ് ചെയ്യണം. അത് കൺഫ്യൂസ് ചെയ്തിപ്പോ ചെയ്യാവോ? അതെന്തായാലും അങ്ങനെ തന്നെ പാസ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണോ കൊടുത്തതെന്ന് നോക്കിയേ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിടുക, നോക്കട്ടെ എന്തായിരുന്നു. ഒബ്ജക്റ്റ് കൊടുക്കാതെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിപ്പോ സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒബ്ജക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലാസിന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സാധാ രീതിയിൽ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, എറർ വന്ന എന്ത് കോഡാണെന്ന് പറയാവോ? അത് സെൽഫ് പാസ് ചെയ്യണം. സെൽഫ് പാസ് ചെയ്യാത്തോണ്ടാണ് അത് എറർ വന്നത്. സെൽഫ് എവിടെ? ഇനിറ്റിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫ് വരുമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കോഡ് സാലറി കൊടുക്കേണ്ടത്. അതാണ് മിസ്റ്റേക്ക്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞതാണ് സെൽഫ് അവിടെ വരുന്നത് ചെയ്യേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് അവിടെ ഓട്ടോമാറ്റിക്, അതാണ് അവിടുത്തെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് എങ്ങനെ ഇവിടെ വർക്ക് ആവും. ഓക്കെ, അതായത് ഞാൻ രണ്ട് ഫങ്ഷൻസ് കൊടുക്കുകയാണ്. ഒരു ഫംഗ്ഷനിൽ ഓഡ് നമ്പർ ആണോ ഇവൺ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു ഇനിറ്റ് മെത്തേഡും കൂടി കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ചെക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ്. ഓക്കെ, ഇതിലേക്ക് ഒരു ഇനിറ്റ് മെത്തേഡ് പാസ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഇനിറ്റ് മെത്തേഡ് കൊടുക്കുവാണ്. അപ്പോൾ ഇനിറ്റ് മെത്തേഡ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ എന്തിനാണ് ഇനിറ്റ് മെത്തേഡ് കൊടുക്കുന്നത്. അതായത് ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിറ്റ് മെത്തേഡ് കൊടുക്കുന്നത്. ഇവിടുത്തെ കേസിൽ ഞാനൊരു നമ്പർ ഓടാണോ ഇവനാണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പൊ അവിടുത്തെ കേസിൽ എനിക്ക് ഒരൊറ്റ നമ്പർ മതി. സോ ഞാൻ n കൊടുക്കുന്നു. എന്നിട്ട് എന്നിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. സെൽഫ് ഡോട്ട് n ഈക്വൽ ടു എന്ന് പറഞ്ഞ് എന്നിനെ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ഇനിറ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ട എന്താണ്, ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓടാണോ ഇവണാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫ് ഫംഗ്ഷന് പേര് കൊടുക്കുന്നു. ഓഡ് ഇവൺ എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുക്കും. ഓക്കെ, ഓഡ് ഇവൺ എന്ന് പറഞ്ഞ് പേര് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സെൽഫ് വരും. നിങ്ങൾ അത് കളയാനൊന്നും നിൽക്കേണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ സെൽഫ് യൂസ് ചെയ്യാൻ നോക്കുക. കാര്യം നമ്മൾ ഇഫ് മെത്തേഡ് യൂസ് ചെയ്തല്ലേ കൊടുത്തിരിക്കുന്നത്. സോ സെൽഫ് കൊടുക്കാനായിട്ട് നോക്കുക. ഇഫ് സെൽഫ് ഡോട്ട് n ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എന്താണ്, ഇവൺ നമ്പർ ആണ്. സോ ക്ലിക്ക് ചെയ്യുക ഇവൺ നമ്പർ, അല്ലെങ്കിൽ അതെന്തായാലും ഓഡ് നമ്പർ ആയിരിക്കും. സോ ഓഡ് നമ്പർ കൊടുക്കുക. പാർട്ടിൽ പ്രിന്റ് ഓഡ് നമ്പർ എന്ന് കൊടുക്കുക. അപ്പോൾ ഓഡ് നമ്പറും ഇവൺ നമ്പറും നമ്മളിവിടെ കൊടുക്കുന്നതിൽ നമുക്ക് ഈ എന്നിനെ ഒന്ന് ഇൻപുട്ട് ചെയ്യാം. എന്നിനെ ഇൻപുട്ട് ചെയ്യുന്നു. n ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, അല്ല കാണേണ്ടത്. ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് യൂസർ ഇൻപുട്ട് എടുത്തിട്ട് അതിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്, നമ്മൾ
നമ്മളൊരു നമ്പർ കൊടുക്കുന്നു, ആ നമ്പർ ഓടാണോ ഇവണാണോ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നു. സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. O എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് ഞാൻ എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്, ചിക്ക് എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, n പാസ് ചെയ്യുക. കാര്യം ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ അങ്ങോട്ട് വിളിക്കുക, ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ വിളിക്കുക. സോ എന്ത് ചെയ്യുക, o ഡോട്ട് ചെക്ക്, ചെക്ക് അല്ല ഓഡ് ഇവൺ എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ വിളിക്കുക, ഓഡ് ഇവൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ ഓടാണോ ഇവണാണോ നമ്മൾ കൊടുക്കുന്ന നമ്പർ എന്ന് ചെക്ക് ചെയ്ത് അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. റൺ ചെയ്ത് നോക്കുക. സെവൻ നമ്പർ കൊടുത്തു. 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സോ നമുക്ക് ഓഡ് നമ്പർ എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടി. കണ്ടോ? ഇനി ഇതുപോലെ തന്നെ എനിക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഞാൻ ഇതിനുള്ളിൽ തന്നെ ഞാൻ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. കണ്ടോ? ഇതിനുള്ളിൽ തന്നെ എനിക്ക് മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഫ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ ഞാൻ പോസ് അണ്ടർസ്കോർ നെറ്റ് എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് സെൽഫ് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഇത് ഇവിടെ തന്നെ കണ്ടുപിടിക്കുവാണ്. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് സെൽഫ് ഡോട്ട് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, 0യേക്കാൾ വലുതാണ് എന്നെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് നമ്പർ ആണ്. സോ എൽസ് പാർട്ടിൽ കൊടുക്കുന്നു, എൽസ് പ്രിന്റിൽ ചെയ്യുന്നു നെഗറ്റീവ് നമ്പർ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കേസിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആണ് ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഒരു ക്ലാസ്സിൽ കൊടുക്കുന്നത് വരെ നമ്മൾ നോക്കി, ഇനിറ്റ് മെത്തേഡ് നോക്കി. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഒരു ഓഡ് നമ്പറിന് ചെക്ക് ചെയ്യാനും അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്യാനും നമുക്ക് ഒറ്റ നമ്പർ മതി. ആ നമ്പർ നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഫംഗ്ഷൻ കൂടി കോൾ ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷന്റെ പേര് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അതും കൂടി കോൾ ചെയ്യുക. എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്തില്ലായിരുന്നു നേരത്തെ, രണ്ടാമത്തെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എൻ്റർ നമ്പർ 4 കൊടുത്തു. 4 എന്ന് പറയുന്നത് ഇവൺ നമ്പറുമാണ്, അതുപോലെ പോസിറ്റീവ് നമ്പറുമാണ്. നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അതുപോലെ നമുക്ക് ഒരുമിച്ച് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് ഒരാളും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആയോ? ഒറ്റ പ്രോഗ്രാം യെസ്, ഒറ്റ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഇവൺ നമ്പർ ചെക്ക് ചെയ്യുന്നു, മറ്റേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ ചെക്ക് ചെയ്യുന്നു. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒറ്റ വേരിയബിൾ മതി, അത് മാത്രം നമ്മൾ ഇനിറ്റ് മെത്തേഡിൽ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ രണ്ട് മെത്തേഡിനും ഒരൊറ്റ ഒബ്ജക്റ്റ് മതി. മനസ്സിലായോ? ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക. ആ, ചോദിച്ചോളൂ. ഇനിറ്റ് മെത്തേഡാണ്, ഇനിറ്റ് ഫംഗ്ഷൻ ആണ്. ഇനിറ്റ് ഫംഗ്ഷൻ ആണ്. മെത്തേഡ് ഫംഗ്ഷൻ ഒക്കെ ഒന്നാണ്. മെത്തേഡിനെയും ഫംഗ്ഷൻസിനെയൊക്കെ മെത്തേഡ് ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷനെ മെത്തേഡ് എന്നും പറയും, മെത്തേഡിനെ ഫംഗ്ഷൻ എന്നും പറയും. ഓക്കെ.
നമ്മള് തൊട്ട് എവിടം വരെയാണോ ഹൈഡ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ഈ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അത് ഹൈഡ് ആയിട്ടിരിക്കും. ഓക്കെ. അപ്പൊ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഞാൻ ഇന്ന് 2 ടാസ്ക് തരാം ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ആണ്. നിങ്ങൾ തന്നെയാണ് കാൽക്കുലേറ്ററിൽ. അപ്പൊ കാൽക്കുലേറ്റർ ചെയ്യാം. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ക്ലാസ്സിൽ 2 മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നമ്പർ കൊടുക്കുക, ആ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷനിൽ അതേ നമ്പർ തന്നെ ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ്സിൽ 2 ഫംഗ്ഷൻ കൊടുക്കുക. ഒന്നാമത്തെ ഫംഗ്ഷൻ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ മെത്തേഡിൽ ആ നമ്പർ ആണോ എന്നു പറഞ്ഞൊരു നമ്പർ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ടാസ്ക്. ഇത് നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ഇത് ബേസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ